ഇവിടുന്നാണോ ഡെയിലി സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്? ഇത് ആണ് ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയായിരുന്നു? ഇവിടുന്ന് അടുത്തല്ലല്ലോ, കുറച്ച് ദൂരെയല്ലേ സ്കൂള്? ഇത് തേവലക്കാ സ്കൂളാ. ഇവിടുന്ന് രാവിലെ എന്നെ തന്ത കൊണ്ടുവന്ന് ട്യൂഷൻ ഉണ്ടാക്കും. അവിടുന്ന് ബസ്സിനെ കയറി പോകുന്നത്. അങ്ങനെ ആ മോൻ പോകുന്നത്. ഇന്ന് രാവിലെ എന്റെ വീട്ടിൽ 1-ാം തീയതി ഇരിക്കേണ്ട സമയം പോയെന്നും പറഞ്ഞ എന്റെ മോനെ തന്തയും കൊണ്ടുപോയി. അങ്ങനെ വീട്ടിലും വന്നില്ല. ഞാൻ ഇന്നലെ കണ്ടതുമില്ല. മെനഞ്ഞാന്ന് വൈകുന്നേരത്ത് ഇതുപോലെ സൈക്കിളെ ഒരു കുഞ്ഞിന്റെ പുറകെ ഇങ്ങനെ കയറി പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ മഴക്ക് പറഞ്ഞു ചാറ്റുമായിട്ട് നനയരുത്, വീട്ടിൽ ഇല്ലെങ്കിൽ ഇനി കയറി ഇരിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വരുന്ന വലിയ പൂപ്പാന്നും പറഞ്ഞ് പോക്കാം. പിന്നെ കുഞ്ഞിനെ കാണുന്ന ഈ സ്ഥിതിയില്ല. ഇവിടെ ആരൊക്കെയായിരുന്നു താമസം ഇതിനോട് കൂടെ? എന്തോ ഇതിന്റെ കൂടെ ആരൊക്കെയായിരുന്നു താമസം? ഇതിന്റെ കൂടെ തന്തയും മക്കളും 2 മക്കളുമാ. അവര് 3 പേരേ ഉള്ളൂ. ആഹാരമൊക്കെ വെച്ചു കൊടുക്കുന്ന അച്ഛനാ. അച്ഛൻ രാവിലെ ഞാൻ ഇറങ്ങിപ്പോവും. ഞാൻ രാവിലെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് അച്ഛനങ്ങ് ഇറങ്ങിപ്പോവും. പിന്നെന്ന് പറഞ്ഞ് ഈ ഗതികേട് കൊണ്ടാ തള്ളക്ക് വെളിനാട്ടിൽ പോകാനോ എല്ലാം കൊണ്ട് പോകാനോ ഒരു ഇതും ഇല്ലാത്തതാ. ഈ ഗതികേട് കൊണ്ട് പോവാണെന്നും പറഞ്ഞിരുന്ന ഇത് വർഷങ്ങൾ കൊണ്ടേ പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കുന്നുണ്ട്. ഈ വീട് വന്ന് അവർ കാണുന്നുണ്ട്, എടുക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി ഒരു ചിന്താഗതിയോ ഒന്നും അവർ കാണിച്ചിട്ടില്ല. ഇവിടെ 2-3 വീട് കിട്ടിയ വീട് ഈ പടിഞ്ഞാറേക്കരയുടെ ഈ വെളുന്തറ ഭാഗത്ത് തന്നെ ഉണ്ട്. എന്നിട്ട് പോലും ഒരു സഹായത്തിന് അവരെ കൊണ്ട് പറ്റിയിട്ടില്ല. ഇത്രമേലായണൊക്കെ പിന്നെന്ത് പഞ്ചായത്ത് പറയുന്നത്? വീട് മൊത്തം ചോർന്നൊലിക്കുക, മൊത്തം പായല് പിടിച്ചു കിടക്കുക. വീട് മൊത്തം ചോർന്നൊലിക്കുക, മൊത്തം പായല് പിടിച്ചു കിടക്കുക. അപ്പം ഈ പഞ്ചായത്തിന് ഒരു വീട് അനുവദിച്ചു കൊടുത്തുകൂടാ? ഇതൊക്കെ വന്ന് കണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു ആഹാരം കഴിച്ചു മരിച്ചിട്ടല്ല നിന്റെ പരിസ്ഥിതി ഉണ്ടായേക്കുന്നത്. ഒരു വലിയ ഒരു നാട്ടിൻ പ്രദേശമാണ്. അവിടെ അതിസാധാരണക്കാരായ മനുഷ്യരാണ്. അവരുടെ പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വീടിന്റെ ഒരു അകത്തെ അവസ്ഥ. കാരണം ആ ചെരുപ്പെടുക്കാൻ വേണ്ടിയാണ് മിഥുൻ അപകടത്തിൽ പെടാനുള്ള ഒരു കാരണം. മിഥുൻ ചെരുപ്പെടുക്കാൻ വേണ്ടി പോയതാണ്. കാരണം അവൻ ആ ചെരുപ്പിന്റെ വില എത്രത്തോളം വലുതാണെന്ന് നമ്മുടെ ഈ വീട്ടിൽ നിന്ന് കാണുന്ന ദൃശ്യങ്ങളും ഈ വീട്ടിലെ അവസ്ഥയും നമുക്ക് മനസ്സിലാക്കി തരും. കാരണം വളരെ 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 മോശമായ ഒരു അവസ്ഥയിലുള്ള ഒരു വീടാണ്. ഇതിന്റെ ഓടൊക്കെ ഓടും ഉത്തരവുമൊക്കെ പൊട്ടി വീഴാനുള്ളൊരു സാധ്യതയുണ്ട്. ഓട് നിറയെ പൊട്ടി കിടക്കുകയാണ്. ഓടിൽ നിന്ന് താഴേക്ക് വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി മോളെ പ്ലാസ്റ്റിക് മൂടിയിരിക്കുകയാണ്. അത്രമേൽ മോശമായ ഒരു പശ്ചാത്തലം, ഒരു സാമ്പത്തിക പശ്ചാത്തലമുള്ളൊരു കുട്ടിയാണ് മിഥുൻ. മിഥുന്റെ ബന്ധുക്കളാണ് ഈ അലമുറയിട്ട് കരയുന്നത്.